ഇവിടെ സാരി ഉടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഹീറോയിൻ ആണെങ്കിൽ അവൾക്ക് ആരാണെന്ന് പോലെ ഒരു ഫോട്ടോഗ്രാഫറുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുകയാണ്. പക്ഷേ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഒരു സൈക്കോ ആയിരിക്കും എന്നല്ല അറിയാത്ത ഹീറോയിൻ ആണെങ്കിൽ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഫോട്ടോഷൂട്ടിന് ആശിച്ചാനോട് വർക്ക് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ അവനാണെങ്കിൽ ഇവൾക്ക് സാരി സെലക്ട് ചെയ്യുന്ന പേരിൽ ഇവളുടെ ദേഹത്ത് അവിടെ എവിടെയും തൊടുകയാണ്. പക്ഷേ ഇതാണെങ്കിൽ ഹീറോയിൻ കാര്യമൊക്കെ എടുക്കുന്നില്ല. പകരം പറയുന്ന പോലെ സാരി അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കാൻ തുടങ്ങും. എന്നാൽ ഈ സൈക്കോ ആണെങ്കിൽ അവൾക്ക് അറിയാതെ പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ ഫോട്ടോസിൽ കൂടുതലും തെറ്റായ ഫോട്ടോസ് ആയിരിക്കും. അതേസമയത്ത് ഇവളെ പിക്കിനായിട്ട് വരുന്ന ഇവളുടെ ഏട്ടനാണെങ്കിൽ സൈക്കോ അവളെ നോക്കുന്ന രീതി കണ്ടിട്ട് ഇവന്റെ ഇൻഷൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇനി സൈക്കോ എടുത്ത ഫോട്ടോസ് എല്ലാം കാണുന്ന ഇവളുടെ ഏട്ടനാണെങ്കിൽ ഇവന്റെ മേലെ ദേഷ്യപ്പെടും. ഇനി ഒരിക്കലും നിന്നെ എന്റെ അനിയത്തിന്റെ പിന്നാലെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കുകയാണ്. ഹീറോയിനും വേറെ വഴിയില്ലാതെ ഏട്ടനെ സമാധാനപ്പെടുത്തി വീട്ടിൽ കൊണ്ടുപോകുകയാണ്. പക്ഷേ ഇതിലാണെങ്കിൽ സൈക്കോ ട്രിഗർ ആവും. ഇവന്റെ വീട് മുഴുവൻ ഹീറോന്റെ വലിയ വലിയ ഫോട്ടോഗ്രാഫ് പ്രിന്റ് ചെയ്ത് ഒട്ടിക്കുകയാണ്. എന്നിട്ട് അവളുടെ സാരി ഇവന് കൊടുത്തിട്ട് ഇവളുടെ കൂടെ റൊമാൻസ് എന്ന രീതിയിൽ ഇമാജിൻ ചെയ്യും. എന്നിട്ട് ആ ഫോട്ടോസ് എല്ലാം ഹീറോനെ വെച്ചെടുക്കണം. പക്ഷേ അതിന്റെ ആംഗിൾ എല്ലാം കാണുന്ന സമയത്തായിരിക്കും അവനെ കുറിച്ച് ഏട്ടൻ പറഞ്ഞ കാര്യമെല്ലാം ശരിയാണെന്ന് ഇവൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ അവനോടുള്ള കോൺടാക്ട് ഫുൾ ആയിട്ട് ഇല്ലാതാക്കാണ്. പക്ഷേ ഇതിൽ ടെൻഷൻ ആവുന്ന ഇവനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കുന്ന സമയം നോക്കി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങും. നീ എന്നെ പ്രേമിച്ചില്ലെങ്കിൽ ഇതിനെല്ലാം കാരണം നിന്റെ ഏട്ടനെ കൊല്ലുന്നു പറയാണ്. അങ്ങനെ ഷോക്ക് ആവുന്ന ഹീറോനാണെങ്കിൽ ഈ കാര്യം നേരെ പോയിട്ട് ഏട്ടനോട് പറയാണ്. പക്ഷേ ഇവളുടെ ഏട്ടനാണെങ്കിൽ അവനെ പിടിക്കാനായിട്ട് ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മെസ്സേജ് അയച്ച് ഇവർ മീറ്റ് ചെയ്ത് സെയിം കോഫി ഷോപ്പിലേക്ക് വരാൻ പറയാണ്. പക്ഷേ ഹീറോനാണെങ്കിൽ ആ കോഫി ഷോപ്പിലേക്ക് വരില്ല. പകരം ഇവളുടെ ഏട്ടനെ അവനെ ഫോളോ ചെയ്ത് വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിൽ കയറുന്ന സമയത്ത് അവിടെയുള്ള ഫോട്ടോസ് എല്ലാം ഏട്ടൻ കാണാൻ സോ ഇവൻ നല്ലപോലെ തല്ലിയിട്ട് ചവിട്ടി കൂട്ടും. പക്ഷേ ഇതിന് ശേഷമായിരിക്കും ഫുൾ സൈക്കോട്ട് ഹീറോനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുക. പാട്ടിലേക്ക് വേണ്ടി കമന്റ് ചെയ്യുക.